നാത്തൂനെ നാത്തൂനെ ഒന്ന് വന്നേ. എന്താ വാ. ഇതുണ്ടോ? അയ്യേ ബീഡിക്കുറ്റി ഇത് എവിടുന്നാ? ആ ബീഡിക്കുറ്റി ഇത് എവിടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ വലിക്കോ? ആര്? ക്ലീറ്റോ വലിക്കോന്ന്? പിന്നെ ക്ലീറ്റോ കള്ളുടിക്കും, പക്ഷെ വലിക്കൂല. പിന്നെ ഇത് ക്ലീറ്റോ വലിച്ചതല്ല. ഉറപ്പാണ്? പിന്നെ അല്ലാതെ ചേട്ടൻ വലിച്ചതായിരിക്കും. ചൈന ഇതിന്റെ മണം കേക്കണതേ ദേഷ്യമാണ്. വലിക്കൂലെന്നേ. പിന്നെ അല്ലാതെ ഇത് എവിടെ നിന്ന് വന്നു? അതല്ലേ ഞാൻ ചോദിക്കണേ. ചായ വലിക്കൂല. ഇത് ചായം വലിച്ചത് തന്നെയാണ്. കാരണം എന്താണെന്നറിയാമോ? വലിക്കില്ലായിരുന്നായിരിക്കും, മറ്റേ പ്രതി ചാടിപ്പോയ ടെൻഷനിൽ പാവം വലിച്ചു പോയതായിരിക്കും. ഈ ബോഡി വന്നെ വലിക്കൊന്നുമില്ല. ഇവിടെ വേറെ ഉണ്ട്, ദേ എടുക്കണം. 1 2 ഇത് കൊറേ ഉണ്ടല്ലോ. ഇത് ചേട്ടൻ വലിച്ചത് തന്നെയാ കേട്ടോ. ടെൻഷൻ മൂത്ത് മരത്തിന്റെ വീട്ടിൽ നിന്ന് വലിച്ചതാ. കൊടുക്കണത് ഇഷ്ടംമാരുണ്ട്. എവിടെ നിന്നാണാവോ? ചേട്ടൻ അല്ലെങ്കിൽ പിന്നെ ആരാ? പണിക്കാരെങ്കിലും വന്നു ഇവിടെ? ഇന്നാരും വന്നില്ലല്ലോ നിങ്ങള്. ആരും വന്നില്ല. അത് കളയേ. അമ്മ കൈ കൊടുത്ത് നോക്കി, ചീഞ്ഞ മണായിരിക്കും. പിന്നെ ചുമ്മാ വെറുതെ വെള്ളം പറ. അല്ലെന്ന് പിള്ളേരാട്ടോ. അവനൊന്നും വലിക്കില്ല. നീ എന്തി പറയണേ? ആ കൊച്ചല്ലേ ഇത്? കൊച്ചാന്ന് അത് നമുക്കല്ലേ കൊച്ച്. അവൻ വലുതായി. എന്നാലും ഒരെന്നാലും ഇല്ല. അവനെ വിളിച്ച് ചോദിക്കുന്നോണ്ട് എന്താ? അവൻ അല്ലെങ്കിൽ വേണ്ട, അവന് പേടി വേണ്ടേ? എങ്ങനെ വിളിക്കുന്നു. ഒന്ന് വന്നേടാ. ചോദിക്കണേ. ഒന്നില്ലടാ വെറുതെ. ആന്റിയെ വിളിച്ച വന്നേ. പതിവില്ലാത്തൊരു സ്നേഹം. അതെന്താ? എനിക്ക് സ്നേഹം ഇല്ലേ നിന്നോട്? എന്നാ ഒന്നിനെ നിന്നെ വെറുതെ കാണാൻ വിളിച്ചത് എന്തിർക്കായിരുന്നു? അയ്യോ, ഞാൻ എത്ര നേരം ഒളിച്ചിരിക്കുമല്ലായിരുന്നു. ചുരുമ്പല്ല അവിടെ വെച്ച് കണ്ടത്. നിനക്കെന്താ വായിന്ന് ഒച്ചയൊന്നും വരാത്തത്? ഇത്ര ഒച്ച പറഞ്ഞാ മതിയോ? കേട്ടോ. അയ്യോ, എന്താ കുഞ്ഞു നീ ഭക്ഷണം കഴിക്കണില്ല? ആകെ ഒരു ക്ഷീണമാണല്ലോ. ആ നിങ്ങളൊക്കെ വന്നതിന്റെ ക്ഷീണമായിരിക്കും മിക്കവാറും. എന്തോ നിങ്ങളൊക്കെ വന്നതിന്റെ ക്ഷീണമായിരിക്കും. തമാശയല്ലേ? തമാശല്ല കാര്യം. നിന്റെ അപ്പൻ പറഞ്ഞോളൂ. എന്റെ മോൻ അങ്ങനെ തമാശയൊന്നും പറയണ്ട. ഇന്ന് ഞാൻ രാവിലെ നീ കഴിച്ചപ്പോ ശ്രദ്ധിച്ചു, 2 ഇഡലി നീ കഴിച്ചുള്ളൂ. എന്താ കാര്യം? എന്താ നിനക്ക് വിശപ്പില്ലാത്തത്? എന്താ നിന്റെ തളർച്ചയുടെ കാര്യം? തളർച്ചയോ? തളർച്ചയൊന്നുമില്ല. ചമ്മന്തി പൊള്ളിയല്ലായിരുന്നു, അതുകൊണ്ട് കഴിക്കാതെ. ചമ്മന്തി നിന്റെ അമ്മ അരച്ചതാ. കുഞ്ഞേ, ഈ വിശപ്പില്ലാതാവണേനുണ്ടല്ലോ, എന്താ വിശപ്പില്ലാതാവുന്നതിന് കുറെ കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് വല്ല പനിയൊക്കെ വന്നാൽ നമുക്ക് വിശപ്പ് ഉണ്ടാവൂല. അപ്പൊ നമുക്ക് പനിയൊന്നും ഇല്ലല്ലോ. പിന്നെ ഈ മദ്യപാനികളുണ്ടല്ലോ, മദ്യപാനികള്, അവർക്ക് തീരെ വിശപ്പുണ്ടാവില്ല. അവർക്ക് 24 മണിക്കൂർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ എവിടെ നിന്ന് കള്ളു കുടിക്കും, എങ്ങനെ നടക്കണം എന്നുള്ള ചിന്തപ്പാടിലായിരിക്കും. പിന്നെ ഒരു വിഭാഗം ഉള്ളത് ഈ സിഗരറ്റ് വലിക്കില്ലേ, സിഗരറ്റ് സ്ഥിരമായിട്ട് വലിക്കുന്ന ആൾക്കാർ. അവരെന്താ പറയുമല്ലോ, എന്താണ് അതന്നെ അതന്നെ. അങ്ങനെയുള്ളവർക്കും ഇങ്ങനെ വിശപ്പുണ്ടാവില്ല. അല്ല, നമ്മള് തുടക്കമായതുകൊണ്ട് നമുക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇതിങ്ങനെ കുറെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒത്തിരി വളഞ്ഞു പിടിക്കണ്ട. ഇത് ഞാൻ വലിച്ചതെന്നാണോ പറഞ്ഞു വരുന്നേ? എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ വലിക്കാറൊന്നുമില്ല. ഓരോ ഉടായ്പോട്ട് രാവിലെ ഇറങ്ങിയേക്കോ. നാത്തൂന് വേണ്ട ചോദിക്കണ്ടെന്ന്. അവനല്ലെന്നേ. അവനല്ലാന്ന് എനിക്ക് മനസ്സിലായല്ലോ. വെറുതെ പാവം. അപ്പൊ ചേട്ടൻ തന്നെയാ കേട്ടോ. അതെ, അത് തന്നെയാ. ആരില്ലേ വലിച്ചുകൊണ്ടിട്ടാണാവോ? എന്താടി എന്ത്? ഏത്? നീ ഒന്നും അറിഞ്ഞില്ല ഈ വീട്ടിൽ നടക്കണ ഒരു കാര്യം അറിയില്ല. കുറച്ച് വീട്ടുകാര്യത്തിലൊക്കെ ഉത്തരവാദിത്തമാണ്. എത്രയോ ദിവസമായി ഇവിടെ ഒരു ശബ്ദം കേൾക്കണം. നീ കേട്ടായിരുന്നോ? കേൾക്കൂല. ആവശ്യമില്ലാതെ എന്തെങ്കിലും നുണയും കൊണ്ടുണിയാണെങ്കിൽ എല്ലാം കേൾക്കും. എടി, ഈനാൻ വെച്ചിക്ക് മരപ്പട്ടി കൂട്ടുന്നത് നീ കേട്ടിട്ടില്ലേ? അതും കേട്ടിട്ടില്ലേ? അതിലെ മരപ്പട്ടി ഒരെണ്ണം ഇതിന്റെ മേളിൽ കയറിയിട്ടുണ്ട്. കുറെ ദിവസമായി ഇങ്ങനെ ഓട്ടവും ബഹളമായിട്ടിരിക്കുകയാണ്.
പണ്ട് ഇവിടെ ഒരുപാട് ഉണ്ടായിരുന്നു. നോക്കാനാ അത് ഏതാണ്ട് നമ്മുടെ അത്രയും വരും, വലുതാ. അല്ല അത് ഉപദ്രവിക്കും. അതെ, അതിന് പ്ലേറ്റ് ഇത് പിന്നെ ഞാൻ അതിനെ പിടിക്കാനായിട്ട് ഒരു പ്രാവശ്യം ഒന്ന് നോക്കി, പക്ഷെ അത് കയ്യിൽ നിന്ന് വഴുതി പോയി. അങ്ങനെയൊന്നും പിടി തരില്ല. അപ്പൊ ഞാനൊന്ന് ബുദ്ധിപൂർവ്വം ഒരു നീക്കം, ഇച്ചിരി ദോശയിൽ മയങ്ങാനുള്ള ഒരു സാധനം കൂടെ കലക്കി മേളിൽ കൊണ്ട് വെച്ച് കൊടുത്തു. ഇനി അത് സൗകര്യം പോലെ വന്ന് തിന്നോട്ടെ, അവിടെ സുഖമായിട്ട് മയങ്ങിക്കോട്ടെ. അപ്പൊ നമ്മൾ പിടിക്കും. പിടിച്ചതിനെ അങ്ങോട്ട് കറിയോ ഫ്രൈയോ എന്താ ഈ പ്ലേറ്റിലാ കൊണ്ട് കൊടുത്തത്. അപ്പൊ ഈ പ്ലേറ്റിലല്ലേ നമ്മൾ കഴിക്കണം, എന്നിട്ട് അതിനകത്ത് വിഷമൊക്കെ കുത്തി കലക്കിയിട്ട് മരപ്പിടിക്കൊണ്ട് കൊടുക്കണം. അല്ല, അതിപ്പം ഞാൻ അത് ഓർത്തില്ലേ, അതിനെ പിടിക്കാനുള്ള ഒരു ആവശ്യത്തിലേ ഒരു കാര്യം ചെയ്യ്, ഈ പ്ലേറ്റ് മരപ്പട്ടിക്കായിട്ട് അങ്ങ് മാറ്റി. കാരണം വെച്ച് കഴിഞ്ഞാലേ ഇനി നമ്മള് വിരവി വെച്ചത് അത് തിന്നിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വൈകിട്ട് ഒന്നുകൂടെ അടുത്ത് എന്തെങ്കിലും വിരവി വെക്കണം. വെജാണോ നോൺ വെജാണോ എന്നറിയില്ലേ, മരപ്പട്ടി രണ്ടായിട്ടുണ്ട്. അല്ലേ മരപ്പെട്ടി എങ്ങനെ എനിക്ക് മരപ്പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് പിന്നെ ഈ ഒന്നാമതേ രാത്രി ഒരു വട്ടി ഉരയ്ക്കുമ്പോ തന്നെ നീ പേടിച്ച് കരയണോ, സ്വപ്നം കാണല്ലോ. ഇനി അതിനൊന്ന് കാണാൻ നിൽക്കണ്ട, ഞാൻ അതിനെ പിടിച്ചിട്ട് നിനക്ക് കാണിച്ചു തരാം. ബോധം കെട്ടിട്ടാകുമ്പോൾ നിനക്ക് കാണാമല്ലോ ധൈര്യമായിട്ട്. ഉപദ്രവിക്കില്ല എടീ, ഇത് അവത് ഉപദ്രവിക്കും. കണ്ടേ പറ്റും തന്നെ. എന്നാ ഒരു കാര്യം ചെന്ന് കാണും. ഈ പ്ലേറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കണം മരപ്പട്ടി. Alien versus Alien.